ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുഞ്ഞ് ചാമ്പയ്ക്കാക്കോര ഇല്ലാതാകട്ടെ. നമുക്ക് കുറച്ച് വറക്കുകയും കുറച്ച് കറി വയ്ക്കുകയും ചെയ്യാം. ഇച്ചിരി കടുക് പൊട്ടിച്ച് നമ്മൾ അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി അരിഞ്ഞത് എല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റി എടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ വഴറ്റുന്നത് കേട്ടോ. അതൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കിന് ആവശ്യത്തിനുള്ള കുടംപുളിയും ചേർത്ത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത്, എല്ലാവർക്കും ഇതിൻ്റെയൊക്കെ അളവറിയാൻ ഇത് നമ്മളെപ്പോഴും വീട്ടിൽ ചെയ്യുന്ന കാര്യമല്ലയോ. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടി കരിയരുത്, എന്നാൽ നല്ലതായിട്ട് മൂക്കുകയും വേണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കരിയാപ്പില ഇട്ട്, പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ചേർക്കണം. ആദ്യം നമ്മൾ കുറച്ചേ ഇട്ടുള്ളൂ. കറി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരുന്ന മീനും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റി വരണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടേ ഇടാവുള്ളൂ, കാരണം ഈ മീനായതുകൊണ്ട് ഉടഞ്ഞു പോവും. പിന്നെ നമ്മൾ വറക്കാനുള്ളത് പുരട്ടിയാലോ. ഇന്ന് സ്പെഷ്യലൊന്നുമില്ല, സാധാ രീതിയിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്ക് മീൻ വറക്കാനും എടുക്കാം. അതെല്ലാം അങ്ങോട്ട് വറക്കാനൂടെ വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച്, സിമ്പിൾ ലഞ്ച് റെഡി. പിന്നെ അച്ചാറും ഇച്ചിരി മെഴുക്കുവരട്ടിയേ ഉള്ളൂ. അപ്പോൾ മീൻകറി റെഡി. പറ്റിക്കേണ്ടവർക്ക് കുറച്ചുകൂടെ പറ്റിച്ചേക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.